ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട്ടെ അപ്സര തിയേറ്ററിലാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു പൂരത്തിനെത്തിയ ആൾക്കാർ ഈ അപ്സര തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. FTFS 6 മണിക്കാണ് ഫാൻ ഷോ, പ്രത്യേക ഫാൻ ഷോ 6 മണിക്ക് ഇവിടെ ആരംഭിക്കും. എല്ലാവരും വലിയ ആവേശത്തിലാണ്. നമുക്കിവിടെ കാണാം നിരവധിയായ മോഹൻലാൽ ഫാൻസുകാരും ഒപ്പം തന്നെ സിനിമാ പ്രേമികളും അപ്സര തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെയാ ചേട്ടാ ഒരു ആവേശം? ആവേശം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനുണ്ടാകുന്ന ആവേശത്തിൻ്റെ ഏറ്റവും പരിധി കഴിഞ്ഞുള്ള ആവേശമാണ് ഞങ്ങൾക്ക്. ഈ സിനിമയുടെ റിസൾട്ട് എന്ത് തന്നെ ആയാലും ശരി, ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ല സുന്ദരമായ നിമിഷമാണിത്. ഏകദേശം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ 50 കോടി ക്ലബ്ബ്, 100 കോടി ക്ലബ്ബ്, ഇതൊക്കെ മോഹൻലാലാണ് കൊണ്ടുവന്നത്. ഇതിപ്പം എത്ര കോടിയിലേക്കായിരിക്കും എമ്പുരാൻ പോകുന്നത്? കോടി എന്നല്ല, ഈ പടത്തിന്റെ വിജയമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ വർഷങ്ങളുടെ കാത്തിരിപ്പാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പാണ് ഇവിടെ കാണുന്നതെന്ന് ചേട്ടൻ പറഞ്ഞു. എങ്ങനെയാ ചേട്ടൻ്റെ ഒരു പ്രതീക്ഷ? വർഷങ്ങളായിട്ട് ലാൽ സാർ ഇവിടെ കേരളത്തിൽ നിറഞ്ഞു നിൽക്കില്ല. കാരണം എനിക്കിപ്പോൾ 50 വയസ്സായി. അന്നത്തെ അതേ ആവേശത്തിനാണ് ഇപ്പോഴും ഈ ആവേശം ഉള്ളത്. കാരണം ഇത് ലോകം മുഴുവൻ എമ്പുരാന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ലോകം മുഴുവൻ എമ്പുരാന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിലെ വില്ലൻ ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അവസാന നിമിഷം എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? ആരായിരിക്കും ഇതിൽ വില്ലൻ? നമുക്ക് പടം കാണാം, നേരിട്ട് കണ്ടറിയാം. എന്താ ചേട്ടാ ചേട്ടൻ ആരായിരിക്കും? നമുക്ക് കണ്ടറിയാം. വെയിറ്റിംഗ് ആണ്. ഇനിയിപ്പോൾ ഇതാ ചെറിയ ഏതാണ്ട് ഒരു 10-20 മിനിറ്റും കൂടി മാത്രമേ ഉള്ളൂ ചേട്ടാ ഇനി സിനിമ തുടങ്ങി. നമ്മളൊരു ആകാംക്ഷയിലാണ് ആരാണ് വില്ലൻ എന്നുള്ളത്. ആരും ഇതൊരു ഔട്ട് ചെയ്യാത്തതിനെ കൊണ്ട് നമ്മൾ അത്ര സസ്പെൻസിൽ നിൽക്കുകയാണ്. എല്ലാവരും വലിയ സസ്പെൻസിൽ നിൽക്കുകയാണ്. TK, നമുക്ക് ഈ കാണാം ഇവിടെ ഈ അപ്സര തിയേറ്ററിൽ വലിയ രീതിയിലുള്ള ആഘോഷം ഫാൻസുകാർ ഒരുക്കിയിട്ടുണ്ട്. വലിയ ആഘോഷത്തിലാണ് ആൾക്കാരുള്ളത്. എങ്ങനെയാ സിനിമ വന്നത്? വലിയ ആവേശത്തിലാണ്. ഓക്കെ, വലിയ ആവേശത്തിലാണ് എല്ലാവരും. ചേട്ടാ എങ്ങനെയാ ഒരു പ്രതീക്ഷ? നമ്മുടെ സിനിമ മിനിറ്റുകൾക്കുള്ളിൽ സിനിമ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് പ്രതീക്ഷയല്ലേ, എന്തായാലും ഹിറ്റാവുന്ന പ്രതീക്ഷ തന്നെ ഉള്ളൂ. എങ്ങനെയാ ചേട്ടാ? തകർക്കും. എങ്ങനെയാ എമ്പുരാൻ ആറാടും ഉറപ്പാ. ഏതായാലും വലിയ രീതിയിലുള്ള ആവേശം ഇവിടെ കാണുന്നുണ്ട്. ഇതാ നമുക്കിപ്പം ദീപക്കേട്ടൻ കൂടി വന്നിട്ടുണ്ട്. ദീപക്കേട്ടാ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദീപക്കേട്ടൻ ഇതിന്റെ ഒരു ഭാഗമായിട്ടുണ്ട്. അത് ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ നിൽക്കട്ടെ. ദീപക്കേട്ടൻ നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ പൊളിക്കണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നോളം ഇന്ത്യ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഒരു മലയാള സിനിമ IMAX-ൽ ഇറങ്ങുന്നു, വലിയ ആവേശത്തിൽ ഇറങ്ങുന്നു. അത് പൊതുവിൽ ഈ ഫാൻ ഷോയിൽ മാത്രമല്ല, എല്ലാ ഷോകളിലും ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ബുക്കിംഗ് ഫുള്ളാണ് എന്നുള്ളതാണ് നമുക്ക് തിയേറ്ററിൽ നിന്ന് മനസ്സിലാക്കുന്നത്. തിയേറ്റർ റെസ്പോൺസിലേക്ക് പോകണമെങ്കിൽ നമുക്ക് രാജേഷിൻ്റെ അടുത്തേക്ക് പോകണം. രാജേഷ് മാജിക് ഫ്രെയിംസിൻ്റെ CEO ആണ്. ഈ ഒരു ബുക്കിങ്ങിൻ്റെ ഒരു കണക്ക് നോക്കുമ്പോൾ ഈ പടം ഇന്ത്യയിൽ തന്നെ എണ്ണം പറഞ്ഞ മലയാള സിനിമ. തീർച്ചയായിട്ടും. അതായത് നമുക്കെന്ന് വെച്ചാൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ള രീതിയിലുള്ളൊരു സ്മെല്ല് വരുന്നുണ്ട്. അതായത് ഈ 10 വർഷം 15 വർഷം സ്ഥിരമായിട്ട് സിനിമ കാണാത്തൊരു വിഭാഗം, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, അങ്ങനെ ഇറങ്ങാത്തൊരാൾക്കാർ അത് ഈ സിനിമയ്ക്ക് വരുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, ടിക്കറ്റ് കിട്ടാതെ ദുഃഖിതരായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എത്രയോ ആൾക്കാർ ഈ വെളുപ്പാങ്കാലത്ത് നമ്മുടെ ടിക്കറ്റിന് ഫാമിലിയായിട്ട് പിന്നാലെ നടക്കുന്നു. അവർക്ക് ടിക്കറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രം. സാധാരണ ഫാൻ ഷോനേക്കാൾ അപ്പുറത്തേക്കുള്ള വലിയ ആവേശമാണ് കുടുംബങ്ങളൊന്നായി വന്നുകൊണ്ടുള്ള നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ 5 മണി നേരത്ത്, 5:30 മണി നേരത്ത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. എത്രയോ ഫാമിലികൾ, എനിക്കൊരു അത്ഭുതം പോലെ ഈ ഒരു വലിയൊരു ഫാമിലി, അമ്മയും മക്കളായുള്ള ഫാമിലി വന്നിട്ട് ടിക്കറ്റ് കിട്ടാതെ നമ്മൾ പിന്നാലെ നടക്കുന്നു. ഒരു നിവൃത്തിയില്ല. രാജേഷ്, ഏതായാലും പടം ചരിത്രമാട്ടെ. നമുക്ക് ഈ മാധ്യമപ്രവർത്തകരും വലിയ രീതിയിൽ തന്നെ ആവേശത്തോടുകൂടി, സിനിമാ മാധ്യമപ്രവർത്തകൻ പ്രജിത്തെ, ലാലേട്ടൻ്റെ പടം സാധാരണഗതിയിൽ ഉള്ള ആവേശമൊന്നുമല്ല, വലിയ ആവേശത്തിലാണുള്ളത്. സമാനതകളില്ലാത്ത ഒരു തിരക്ക് തന്നെയാണുള്ളത് എല്ലാ സ്ഥലത്തും. കേരളമല്ല ലോകം മൊത്തം സിനിമ ആഘോഷിക്കപ്പെടുകയാണ്. അഭിജിത്ത്, നമുക്ക് ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് സസ്പെൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് വരെ ഒന്നും തന്നെ നമുക്കിപ്പോൾ പുറത്തുവിടാൻ പറ്റില്ല. കാരണം ഈ പടം കാണാൻ വരുന്നവർ ആവേശഭരിതരാവും. അത് മോഹൻലാലിൻ്റെ എബ്രഹാം ഖുറേഷി, അതുപോലെ തന്നെ രാജുവിൻ്റെ പൃഥ്വിരാജിൻ്റെ വേഷം, അതുപോലെ മഞ്ജു വാര്യർ, ടൊവിനോ, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ പലർ, പിന്നെ സസ്പെൻസായി ചില നടന്മാർ എത്തുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, നമ്മളെ ഈ പടം പ്രതിസന്ധിയിൽപ്പെട്ട സമയത്ത് രക്ഷാകരമായി എത്തിയത് ഗോകുലം മൂവീസാണ്, ഗോകുലം ഗോപാലനാണ്. അത് ലാലേട്ടൻ്റെ ഒറ്റ വിളിയിൽ തീരുമാനമെടുത്തു ഗോകുലം ഗോപാലൻ. ഈ പടം തന്നെ, ഈ പടത്തിൻ്റെ യാത്ര തന്നെ ഒരു സസ്പെൻസ് അല്ലേ? തീർച്ചയായും ദീപക്കേട്ട, അതിലൊരു സംശയവുമില്ല. ലൂസിഫർ വരുന്നു. ലൂസിഫറിന് ശേഷം വലിയൊരു പ്രഖ്യാപനം, അതിൻ്റെ തുടർച്ച അതിനൊരു 2ാം പാർട്ട് ഉണ്ടാകുമെന്നുള്ളൊരു പ്രഖ്യാപനം വരുന്നു. അതിൻ്റെ അണിയറയിലുള്ളത് പൃഥ്വിരാജാണ്, നടനായി എത്തുന്നത് മോഹൻലാലാണ്, എഴുതുന്നത് മുരളി ഗോപിയാണ്. വലിയൊരു താരനിര ഈ ലൂസിഫറിൻ്റെ 2ാം ഭാഗത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഇതിനെ ആകർഷണമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഏതായാലും മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. കോഴിക്കോട് അപ്സര തിയേറ്റർ എമ്പുരാനെ വരവേൽക്കാൻ അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങി. ശരി, അഭിജിത്ത് മുഴക്കുന്നും ദീപക് ധർമ്മടവും കോഴിക്കോട് അപ്സര തിയേറ്ററിൽ നിന്നുള്ള ആവേശം പങ്കുവെക്കുകയായിരുന്നു. എന്തായാലും ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ്. നേരത്തെ
അഭിജിത്തും ദീപക്കും ഒക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരുപാട് സസ്പെൻസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ചിത്രം വില്ലൻ ആരാണ് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചയൊക്കെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ സജീവമായി നടക്കുന്ന സമയം കൂടിയാണ്. അതിനൊക്കെ വിരാമമാവാൻ പോകുന്നു. ഇനി വളരെ കുറച്ച് സമയം. ആദ്യ ഷോ 6 മണിക്കാണ്.